ഓപ്പോയുടെ ഓപ്പോ പാഡ് 4 പ്രോ എന്ന പുതിയൊരു ടാബ്ലറ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ടാബിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഓപ്പോ പാഡ് 4 പ്രോ എന്നുള്ള ടാബിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഓപ്പോ പാഡ് 4 പ്രോയിൽ 13.2 ഇഞ്ചിൻ്റെ 3.4K റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേ ആയിരിക്കും വരിക. അപ്പം അത്യാവശ്യം വലിയൊരു സ്ക്രീൻ സൈസും അതുപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു റെസൊല്യൂഷനും ഈ ഒരു ടാബിൽ വരുന്നതായിരിക്കും. പിന്നെ LCD പാനലേ ഇതിൽ വരാൻ ചാൻസ് ഉള്ളൂ, AMOLED ഡിസ്പ്ലേ ഇതിൽ വന്നോളണം എന്നില്ല. ഈ ഒരു ടാബിൽ 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. 240 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും ഇതിൽ വരും. പിന്നെ പീക്ക് ബ്രൈറ്റ്നസ് വരിക 600 നിറ്റ്സ് ആയിരിക്കും. അപ്പോൾ തിരക്കേടില്ലാത്തൊരു ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഇതിൽ വന്നേക്കാം, വളരെ മികച്ചത് എന്ന് പറയാനും പറ്റില്ല. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8 Elite എന്നുള്ള പ്രോസസ്സർ ഇതിൽ വരുന്നതായിരിക്കും. ഈ ഒരു പ്രോസസ്സർ എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗണിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ്. അപ്പം ബെസ്റ്റ് ആയിട്ടുള്ള മികച്ചൊരു പെർഫോമൻസ് ഇതിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പം ഇത് പെർഫോമൻസ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ടാബ്ലറ്റ് ആയിരിക്കും. പിന്നെ ഈ ഒരു ടാബിൽ 16 GB റാം വരെയും 1 TB ഇൻറ്റേർണൽ വരെയൊക്കെ വരുന്നതായിരിക്കും. വേറെയും വെർഷൻസ് വരും. പിന്നെ LPDDR5Xൻ്റെ റാമും UFS 4.0 സ്റ്റോറേജ് ടൈപ്പൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ ഇതിൽ മിനിമം ക്വാഡ് സ്റ്റീരിയോ സ്പീക്കേഴ്സെങ്കിലും ഇതിൽ വന്നേക്കാം. ചിലപ്പം അതിലും കൂടുതൽ സ്പീക്കേഴ്സും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. Android 15 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ടാബിൽ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ടാബിൻ്റെ പിന്നിൽ സിംഗിൾ ക്യാമറ ആയിരിക്കും വരിക. 13 MP ഒരു ക്യാമറ സെൻസർ ആയിരിക്കും ടാബിൻ്റെ പിന്നിൽ വരിക. പിന്നെ ടാബിൻ്റെ ഫ്രണ്ടിൽ 8 MP ഒരു സെൽഫി ക്യാമറയും വന്നേക്കാം. അപ്പം ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷൻ നോക്കുമ്പോൾ തരക്കേടില്ലാത്ത ഒരു സ്പെസിഫിക്കേഷൻ എന്ന് പറയാവുന്നതാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇപ്പോൾ ഫോണുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ക്യാമറ സ്പെസിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യാം. പക്ഷേ ടാബുകളുടെ കാര്യത്തിൽ ഈ ഒരു ക്യാമറ സ്പെസിഫിക്കേഷനൊക്കെ ഓക്കെയാണ് എന്ന് പറയാവുന്നതാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. കാരണം ടാബ് എന്ന് പറയുന്നത് പൊതുവേ ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഡിവൈസ് അല്ല. അപ്പം അത്ര മികച്ചൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ്റെ ആവശ്യമൊന്നുമില്ല ടാബുകളിൽ. പിന്നെ ബാറ്ററിയുടെ കാര്യത്തിൽ 10,000 mAh ബാറ്ററി ഇതിൽ വരുന്നതായിരിക്കും. അപ്പോൾ നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി ഇതിൽ വരും. പിന്നെ 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. അത് നല്ലൊരു ചാർജിങ് സ്പീഡ് തന്നെയാണ്. Type-C ചാർജിങ് പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. അപ്പോൾ നല്ലൊരു ബാറ്ററി സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഈ ടാബിൽ വന്നേക്കാം. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഏപ്രിലിൽ ഈ ഒരു ടാബ്ലറ്റ് ലോഞ്ച് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇപ്പം ഏപ്രിലിൽ ഓപ്പോയുടെ 5 സീരീസിൽ വരുന്ന ഫോണുകൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. അതിൻ്റെ കൂടെ ഈ ഒരു ടാബും കൂടി ലോഞ്ച് ചെയ്തേക്കാം. എന്തായാലും ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും ഇന്ത്യൻ മാർക്കറ്റിലൊക്കെ ഈ ടാബ് ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 45,000 to 55,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് ഈ ടാബ്ലറ്റ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ ഇതേ ഒരു ടാബ്ലറ്റ് റീബ്രാൻഡ് ചെയ്തിട്ട് OnePlus Pad 2 Pro എന്ന പേരിലും ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. അത് മിക്കവാറും ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തേക്കാം. എന്തായാലും ഓപ്പോയുടെ ഓപ്പോ പാഡ് 4 പ്രോ എന്ന പുതിയൊരു ടാബ്ലറ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ടാബിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ടാബ്ലറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.